നമസ്തേ. ജനക്ഷേമത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. സമൂഹത്തിൽ എക്കാലവും നമുക്കൊപ്പം ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് ദിവ്യാംഗർ അഥവാ ഭിന്നശേഷിക്കാർ. അവരുടെ സമഗ്ര വികാസം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സക്ഷമ എന്ന സംഘടന രാജ്യവ്യാപകമായി നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ വിശദാംശങ്ങളാണ് ഇത്തവണ ജനക്ഷേമത്തിൽ. സക്ഷമ അഥവാ സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡൽ ഏവം അനുസന്ധാൻ എന്ന സംഘടന 2008 സെപ്റ്റംബറിലാണ് ആരംഭിച്ചത്. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, അതേപോലെ അവരുടെ സാമൂഹ്യ വികാസം, ഇങ്ങനെ ആരോഗ്യം, ഈ മേഖലകളിലാണ് സക്ഷമ കൂടുതലായി ശ്രദ്ധിക്കുന്നത്. ഇത് ദിവ്യാംഗർ മാത്രമുള്ള ഒരു സംഘടനയല്ല. ഒപ്പം തന്നെ സാധാരണ ജനങ്ങളും കൂടി ഒത്തുചേർന്ന് ദിവ്യാംഗരെ അവരുടെ കഴിവുകൾ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ രാഷ്ട്ര നിർമ്മാണത്തിന് അനുകൂലമായ സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് സക്ഷമയുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. സക്ഷമയുടെ പ്രവർത്തനം 7 വിഭാഗങ്ങളായി തിരിച്ചിട്ടാണ്. നമുക്കറിയാം 21 ഡിസബിലിറ്റീസാണ് ഇന്ന് RPWD ആക്ട് പ്രകാരമുള്ളത്. ആ 21 ഇപ്പോൾ പുതിയതൊന്നുകൂടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് അറിവ്. ടൈപ്പ് 1 ഡയബറ്റിക്, അതായത് കുട്ടികളെ ബാധിക്കുന്ന ഡയബറ്റിക്, അതും മാറാൻ വിഷമമുള്ളതാണ്. അതിനെയും RPWD ആക്ടിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ 22 ആകും. അതിൽ ഒന്നാമത്തേത് ധീമഹി എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ്, ഓട്ടിസം, സെറിബ്രൽ പൾസി, ഡൗൺ സിൻഡ്രോം, അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നു. മാനസിക രോഗം, ചേതന എന്നാണ് അതിൻ്റെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളുമൊക്കെ ഈ പ്രകോഷ്ഠകളിൽ പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളും മറ്റും നടക്കും. കാഴ്ച പരിമിതി, അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. അതിനകത്ത് പൂർണ്ണമായി കാഴ്ചയില്ലാത്തവർ, പിന്നെ ലോ വിഷൻ, കാഴ്ച കുറവുള്ളവർ, ഇത് രണ്ടും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സംസാര വൈകല്യങ്ങൾ, അതായത് ഡെഫ് ആൻഡ് ഡംബ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സ്പീച്ചിനുള്ള പ്രശ്നങ്ങളുള്ളവരെ അതിനെ നമ്മൾ പ്രണവം പ്രകോഷ്ഠ എന്ന് പറയുന്നു. കാഴ്ച പരിമിതി ഉള്ളവർക്ക് പാലക്കാട് കൃഷ്ണജ്യോതി എന്നൊരു സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിനും അവിടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ചന്ദനത്തിരി, ലോഷൻ മുതലായ കുട മുതലായ സാധനങ്ങൾ അവർ നിർമ്മിക്കുകയും അത് വിൽപ്പനയ്ക്ക് നടത്തി അതിൻ്റെ ലാഭം അവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് ഉണ്ട്. സക്ഷമയുടെ തിരുവനന്തപുരത്തുള്ള പ്രോജക്റ്റാണ് ധീമഹി ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ ആൻഡ് ഫിസിയോതെറാപ്പി യൂണിറ്റ്. ഏർലി ഇൻ്റർവെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് 6 മാസം മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അവർക്കെന്തെങ്കിലും വളർച്ചാപരമായിട്ടുള്ള വൈകല്യമുണ്ടെങ്കിൽ അതിനുള്ള പരിശോധനകൾ നടത്തി അതിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള തെറാപ്പികൾ കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഞങ്ങൾ ഡോക്ടർമാരുടെ ഒരു പാനലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇടയ്ക്കിടെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പീഡിയാട്രിക് കേസസും പിന്നെ ജനറൽ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചസും ഉണ്ട്. പീഡിയാട്രിക് കേസസിലാണ് കൂടുതലും ഇവിടെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിൽ പീഡിയാട്രിക് കേസസ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി ന്യൂറോ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാത്ത മെയിൻ കേസസ് എന്ന് പറയുമ്പോൾ സെറിബ്രൽ പാൽസി, മസ്കുലാർ ഡിസ്ട്രോഫി, അങ്ങനത്തെ ബർത്ത് ഡിഫക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസാണ് മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്ന. ഒരുപാട് കുട്ടികൾ ഇവിടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് ഉള്ളത് സവിത. നമുക്കറിയാം കുഷ്ഠം പോലുള്ള രോഗങ്ങൾ പുറത്തതിന് ശേഷം അവരുടെ, അതായത് ലെപ്രസി ക്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ
സംരക്ഷണം. അവർക്ക് ചിലപ്പോൾ വീട്ടുകാർ പോലും അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ 7 പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ സക്ഷമ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടുവരുന്നത്. ചലനവൈകല്യം. ഈ ചലനവൈകല്യം അതിനെ നമ്മൾ ചരൈവേദി എന്ന് പറയുന്നു. അപ്പോൾ ജന്മനാ ഉള്ള ചലനവൈകല്യം ഉണ്ടാകാം, അതേപോലെ അതിന് ശേഷം ഉണ്ടാകുന്നതും ഉണ്ടാകാം. അപ്പോൾ ചലനവൈകല്യങ്ങളെല്ലാം അതിനകത്ത് മസ്കുലർ ഡിസ്ട്രോഫി ഇങ്ങനെയൊക്കെയുള്ള അതെല്ലാം കൂടെ പെടുത്തിയിട്ട് നമ്മൾ ഒരു ചരൈവേദി എന്നുള്ള ഒരു പ്രകോഷ്ഠമാണ് പ്രവർത്തിക്കുന്നത്. മെഷീൻസായിട്ട് ടെൻസും അൾട്രാസൗണ്ട് പിന്നെ ട്രാക്ഷൻ അങ്ങനത്തെ പെയിൻ റിലീഫ് മൊഡാലിറ്റീസും പിന്നെ അല്ലാതെ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ ജനറൽ കേസസിന് കൊടുക്കുന്നത്. പീഡിയാട്രിക് കേസസിന് NDT പോലത്തെ അപ്രോച്ചസാണ് മെയിൻലി, മാറ്റ് എക്സസൈസ് അതൊക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ധീമഹി ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൂടാതെ തന്നെ മെഡിക്കൽ ക്യാമ്പുകളും പിന്നെ ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓൺ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അങ്ങനെയൊക്കെ ഒരുപാട് ക്ലാസ്സസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ വീൽ ചെയർ അങ്ങനത്തെ അസിസ്റ്റീവ് ഡിവൈസസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. 2021 ആക്സിഡൻ്റായാണ് എനിക്ക്. സ്പൈനൽ കോഡിൻ്റെ കംപ്ലൈൻ്റായി കിടപ്പിലായിരുന്നു. 1 വർഷത്തോളം കിടപ്പിലായിരുന്നു. പിന്നെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് വന്ന് അവർ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി വിളിച്ച സ്ഥാപനത്തിൻ്റെ വന്ന് തെറാപ്പി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ചെറിയ ഒരു വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അതുകൊണ്ട് കണ്ടിന്യൂ വരികയാണ്. സക്ഷമ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. ഇതിനെങ്ങനെ ജനശക്തി സ്വരൂപിക്കുമെന്നുള്ള നിലയ്ക്ക് ഇതിപ്പോൾ നമ്മൾ ദിവ്യാംഗരുടെ ഡിവിഷനിങ് ആണ് പറഞ്ഞത്. ഈ ജനശക്തി എങ്ങനെ സ്വരൂപിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളതിനെ 7 ആയാമുകളായിട്ട് 7 ശ്രേണിയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അമ്മമാരുടെ പ്രവർത്തനമാണ്. നമ്മുടെ ദിവ്യാംഗരായിട്ടുള്ള അമ്മമാർ അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മമാർ, ഒപ്പം തന്നെ സമൂഹത്തിലെ സാധാരണ സ്ത്രീകൾ, ഒരു മാതൃത്വം അതേപോലെ മാതാവാകുന്ന സമയത്ത് കിട്ടേണ്ട ഒരു സംരക്ഷണം ഇത് പകർന്നു നൽകുക എന്നുള്ളതാണ് മാതൃശ്രേണിയുടെ ഉദ്ദേശം. പ്രധാനമായും ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമാണ് സക്ഷമ ക്ലാസുകൾ കൂടുതലായി നൽകുന്നത്. കാരണം ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയുടെ മാതാപിതാവ്, അവരുടെ കുടുംബം, അവരുൾപ്പെടുന്ന സമൂഹം ഭിന്നശേഷിത്വത്തെക്കുറിച്ചും അവരെ എങ്ങനെയാണ് പൂർണ്ണമായും ബോധവൽക്കരിക്കേണ്ടതും ശാക്തീകരിക്കേണ്ടതും അവരെ പുനരധിവസിപ്പിക്കേണ്ടതും എന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം സക്ഷമയ്ക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് കാലാകാലങ്ങളായി സക്ഷമ ഈ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. സക്ഷമയുടെ സേവനം പൂർണ്ണമായും സൗജന്യമാണ്. ആ സൗജന്യ സേവനം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്കാകുന്ന കാര്യം, അത് വലുതോ ചെറുതോ എന്നല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വീൽ ചെയർ ഉന്താൻ കഴിയുമായിരിക്കാം, അല്ലെങ്കിൽ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരാളെ സഹായിക്കാൻ കഴിയുമായിരിക്കാം. ഇതും സക്ഷമയുടെ കണ്ണിൽ ഒരു വലിയ കാര്യം തന്നെയാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള എന്ത് ചെറിയ കാര്യവും ഒരു വലിയ കാര്യമായാണ് സക്ഷമ കാണുന്നത്. അത് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്ഷമയിലേക്ക് വരാം, സക്ഷമയുടെ ഭാഗമായി മാറാം. സമഗ്ര മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കാൻ ദിവ്യാംഗരെ പ്രാപ്തരാക്കുക എന്നതാണ് സക്ഷമയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി രാജ്യവ്യാപകമായി വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പദ്ധതികൾ സക്ഷമ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. സക്ഷമ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങളിൽ ആദ്യത്തേതാണ് വിദ്യാഭ്യാസം. ഭിന്നശേഷി ഉള്ള വ്യക്തികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടും ഗുണമേന്മയുള്ള പ്രാപ്യമായ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ്. ഭിന്നശേഷിയുള്ള ഓരോ വ്യക്തിയും ഓരോ വിഭാഗവും അവരുടെ ആവശ്യങ്ങൾ വെവ്വേറെയാണെന്നിരിക്കെ വിദ്യാഭ്യാസ രീതിയിലും ആ മാറ്റം വരേണ്ടതുണ്ട്. ഈ ഭിന്നശേഷിക്കാരുടെ സഹായം എന്നുള്ള നിലയ്ക്ക് അനുകമ്പാപൂർണമായൊരു സമീപനമല്ല. അവരിൽ സാധിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ തൊഴിലെത്തിക്കുക, ഓരോ കൈകളിലും തൊഴിൽ എത്തിക്കുക എന്നുള്ളത് വളരെ സക്ഷമയുടെ ഒരു വലിയ ഉദ്ദേശമാണ്. സ്വാശ്രയത്വമാണ് സക്ഷമ ഉദ്ദേശിക്കുന്നത്.
എൻ്റെ മകളിലൂടെയാണ് ഞാൻ സക്ഷമയിൽ വന്നത്. പക്ഷേ ആദ്യകാലങ്ങളിലൊന്നും എനിക്ക് ഇങ്ങനെ പൊതു ഇതിലൊന്ന് സംസാരിക്കാനും എടുക്കാനൊന്നും എനിക്ക് കഴിയാത്ത, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ സക്ഷമയിൽ നമ്മുടെ പാരൻസിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കും അതുപോലെ തന്നെ എൻ്റെ മോൾക്കും വലിയ താല്പര്യമാണ്. പീഡിയാട്രിക് കേസസ് വരുമ്പോഴത്തേക്ക് അമ്മമാർക്കാണ് ഏറ്റവും റോള് വരുന്നത്. അപ്പം നമ്മളൊപ്പം നിന്ന് ചെയ്യുന്ന രീതികളൊക്കെ വീട്ടിൽ പോയിട്ടും അവർ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ്ങും എക്സസൈസും ഒക്കെ അമ്മമാരെയും നമ്മൾ നന്നായി എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. ഡിസബിലിറ്റീസ് ഒരു പ്രശ്നമാണെങ്കിലും നമ്മൾ അവരുടെ കായികക്ഷമത സാധാരണ ഒരു മനുഷ്യൻ നോക്കുന്ന പോലെ തന്നെ നോക്കേണ്ടതുണ്ട്. അതുപോലെ അവരുടെ കായിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടിയുള്ള ആദരവുകൾ കൊടുക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾ സക്ഷമ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിനെ കായികം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നു. നമ്മുടെ ഡോക്ടർമാരുടെ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഫിസിയോ വേണ്ട രീതിയിൽ കുട്ടികൾക്ക് നൽകുന്നത്. അങ്ങനെ എൻ്റെ മോളിപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. നടക്കാണ്ടിരുന്ന മോളാണ്, ഇപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒത്തിരിയും അമ്മമാർക്ക് സഹായമായിട്ട് പലതരത്തിലും ഒരു സഹായമായിട്ടും ധീമയ്ക്ക് അത്രയും ഹെൽപ്ഫുള്ളായിട്ടാണ് ചെയ്തു വരുന്നത്. ദൈവം നമുക്ക് ഈ 2 കണ്ണുകൾ തന്നിരിക്കുന്നതേ പുറത്തെ കാഴ്ചകളൊക്കെ കാണാനാ. അതുകൂടാതെ ദൈവം നമുക്ക് 3ാമതൊരു കണ്ണുകൂടി തന്നിട്ടുണ്ട്. അതെവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? അത് നമ്മുടെ ഹൃദയത്തിലാ. ആ ഹൃദയം കൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കി. കേരളത്തിലിപ്പോൾ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടത് നമുക്ക് എടുത്തു പറയത്തക്ക തരത്തിൽ ഒന്ന് പഴശ്ശി വിഷൻ. നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ട് സഹകരിച്ചുകൊണ്ട് വയനാട്ടിൽ നടത്തിയ ഒരു ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിൽ നടത്തിയൊരു പ്രവർത്തനമാണ്. അവിടെ 11,000-ഓളം ആൾക്കാരെ നമ്മൾ സ്ക്രീൻ ചെയ്തു. അതായത് കന്നഡ ആവശ്യമുള്ള 1000 പേർക്ക് കന്നഡയും ഓപ്പറേഷനും നൽകുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ വർഷം നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട സക്ഷമ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് നേത്രദാനം. ഏതാണ്ട് 250-ഓളം ആൾക്കാരിൽ നിന്ന് നേത്രം സ്വീകരിച്ച് 500-ലധികം ആൾക്കാർക്ക് കാഴ്ച നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സക്ഷമയുടെ ഒരു സൗന്ദര്യം യഥാർത്ഥത്തിൽ ഓരോ വീട്ടിലും എത്തി, ഡോർ ടു ഡോർ, നമ്മുടെ ഇപ്പം വാതിൽപ്പടി എത്തി സേവനം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു കേന്ദ്രീകൃത സ്വഭാവം മാത്രമല്ല സക്ഷമയ്ക്ക്. സക്ഷമയെ ഒരു പ്രൊജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിശദീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല. കാരണം നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോഴാണ് ഓരോ വീട്ടിലെയും യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ആ വീട് വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഉപജീവന മാർഗം കൊടുക്കുന്നു, ഇങ്ങനെയുള്ള. അപ്പം ഡോർ ടു ഡോറാണ് സക്ഷമയുടെ പ്രവർത്തനം. ബെഡ് റിഡൻ ആയിട്ടുള്ള കേസും പിന്നെ പീഡിയാട്രിക് കേസസും മൊബൈൽ തെറാപ്പി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കറ്റ് മെഷീൻസും പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് വീട്ടിൽ പോയി ചെയ്ത് അവർ നടക്കാൻ വരുവാകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇവിടെ ധീമഹി തന്നെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ നമ്മൾ വഴുതക്കാട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫിസിയോതെറാപ്പിയുടെ ഒരു കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മെഷീൻസൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് അതിൻ്റെ പണിപ്പുരയിലാണിപ്പോൾ. ഭിന്നശേഷി ശാക്തീകരണ മേഖലയിൽ സക്ഷമ ലക്ഷ്യം വയ്ക്കുന്ന 4 പ്രധാന ഉദ്ദേശങ്ങളിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം എന്നിവ കഴിഞ്ഞാൽ 4ാമതായി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹികപരമായ ഉൾച്ചേർക്കൽ. അതായത് ഒരു ഭിന്നശേഷിക്കാരനെ വ്യക്തി വിദ്യാഭ്യാസമുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ കഴിവുകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തുല്യരായി സമൂഹത്തിൽ ജീവിക്കാനും കഴിയണം എന്നത് സക്ഷമയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അത് ഓരോ വ്യക്തിയുടെയും അവകാശം തന്നെയാണ്. ഈ അവകാശത്തെ അവർക്ക് നേടിക്കൊടുക്കാനും അല്ലെങ്കിൽ ഈ അവകാശത്തെക്കുറിച്ച് ഭിന്നശേഷിക്കാരെയും മറ്റുള്ളവരെയും ബോധവാന്മാർക്കാക്കുക എന്നത് സക്ഷമയുടെ പ്രധാനപ്പെട്ട കാര്യപരിപാടിയാണ്. മൊത്തത്തിൽ ഭിന്നശേഷിക്കാരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷേ നമ്മുടെ വികലാംഗക്ഷേമ കോർപ്പറേഷനും അതുപോലെ സാമൂഹ്യ നീതി വകുപ്പും നൽകി വരുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയെ താഴെ
ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെ ഉണ്ടായിരിക്കണം. അപ്പം സ്വന്തമായിട്ട് ഇപ്പോൾ വിവാഹം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കാം. പക്ഷേ വിവാഹം കഴിക്കാത്തവർക്ക് അച്ഛനമ്മമാരുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ കൂടെ താമസിക്കുമ്പോൾ അവരെ ഡിപ്പെൻഡൻ്റായിട്ട് കഴിയുമ്പോൾ ഒരിക്കലും ഈ കുടുംബ വാർഷിക വരുമാനം പരിഗണിച്ചാൽ അവർക്ക് ഇതേപോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല. അതിലെ വികലാംഗ പെൻഷൻ, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതൊരിക്കലും തൃപ്തികരമല്ല. കാരണം ഒരു ദിവസം ഒരു 100 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ അവർക്ക് സ്വന്തം ജീവിതം കുറേയെങ്കിലും ഈ മരുന്നിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഉള്ള പ്രൊജക്റ്റുകൾ ഒന്ന് കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു തെറാപ്പി സെൻ്ററുണ്ട്, അത് നല്ല നിലയിൽ നടന്നു വരുന്നു. അതേപോലെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊന്ന് നമ്മുടെ സക്ഷമ ഭവനിൽ നടക്കുന്ന ഈ നമ്മുടെ കാഴ്ചാ പരിമിതരും അതേപോലുള്ള ഡിസബിലിറ്റി ഉള്ളവർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വാശ്രയ തൊഴിൽ കേന്ദ്രം. അവിടെ നമുക്കറിയാം കഴിഞ്ഞ ശബരിമല സീസണിലുമൊക്കെ ഈ സഞ്ചി അടിച്ചും ഒക്കെ അവർ കുട നിർമ്മാണം നടത്തുന്നു. അങ്ങനെ അവർക്ക് വീട്ടിൽ ഇന്ന് പോകാവുന്ന ജീവിതങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് ചേർത്ത് നമ്മുടെ സക്ഷമയുടെ പ്രവർത്തകരുടെ ഒരു അവർ സമൂഹത്തെ സമീപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ജോലി കിട്ടത്തക്ക തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പം അത് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു പോരുന്നു. കോഴിക്കോട് അങ്ങനെ ഒരു പ്രവർത്തനം കാര്യമായി നടക്കുന്നുണ്ട്. ഇതുപോലുള്ള മക്കളെ നമുക്ക് വീട്ടിൽ നിർത്തിയിട്ട് നമുക്കൊരു ജോലിക്ക് പോകാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിലൊരു സ്വയം തൊഴിലെന്ന പോലെ ഇപ്പോൾ അത് വീട്ടിലിരുന്ന് ചെയ്യുന്ന മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഉള്ള ചെറിയ സ്റ്റിച്ചിങ്, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ തൊഴിലുമായിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊരു വരുമാനം പാരൻസിന് ഹെൽപ്ഫുള്ളായി വരുന്നുണ്ട്. അതും സക്ഷമ ചെയ്യുന്ന വലിയൊരു പ്രവർത്തനമാണ്. അത് എല്ലാ ജില്ലകളിലും ചെയ്തു വരുന്നുണ്ട്. സംവേദനക്ഷമമായ മറ്റ് ആൾക്കാരെ കൂടി ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഈ ദിവ്യാംഗരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അഖില ഭാരതീയ തലത്തിൽ വളരെ വലിയ മൂവ്മെൻറ്റുകൾ ഇതിനു വേണ്ടിയിട്ട് സക്ഷമ ആരംഭിച്ചിട്ടുണ്ട്. സക്ഷമയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, കുഷ്ഠരോഗം പോലുള്ള നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സംഘം നേരിട്ട് സംഘത്തിൻ്റെ പ്രചാരകന്മാർ തന്നെ ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യത്തെ സ്ഥാപനം നമ്മൾ ആരംഭിച്ചിരുന്നു. എല്ലാ ദിവ്യാംഗരെയും സംരക്ഷിക്കത്തക്ക തരത്തിലുള്ള സ്ഥാപനം. ഇന്ന് ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായുള്ള പ്രവർത്തനങ്ങൾ സക്ഷമ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ നേത്രദാനത്തിൻ്റെ മേഖലയിലാണെങ്കിലും അതേപോലെ വീൽ ചെയറുകൾ ഈ കഴിഞ്ഞ വർഷം USB ഗ്ലോബലുമായിട്ട് സഹകരിച്ചുകൊണ്ട് 30 ടൂ വീലർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ കൊണ്ട് കൊടുത്തു. ഇതേപോലെ ദേശീയ സേവാഭാരതിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ വടക്കൻ ജില്ലകളിലും നമ്മൾ അതുപോലെ 30ഓളം വാഹനം കൊടുത്തു. ഏതാണ്ട് 60 ലക്ഷം രൂപ അതിനും മുതലായിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ സംസ്ഥാനത്തെ 1.25 കോടി രൂപയുടെ പ്രവർത്തനമാണ് സക്ഷമയ്ക്ക് നേരിട്ട് ദിവ്യാംഗർക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതമായി നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഇത് കൂടാതാണ് വീട് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ. ിലെ സെൻസസ് അനുസരിച്ച് ഏകദേശം 2.2%, 28 മില്യൺ 2,80,00,000 ഭിന്നശേഷിക്കാരാണ് ഈ ഭാരതത്തിലുള്ളത്. ഈ ഭാരതത്തിലെ 3% ജനങ്ങളെ വേർതിരിച്ച് നിർത്തി ഒരു കാരണവശാലും വികാസവും പുനർനിർമ്മാണവും ഉണ്ടാകില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് 1988 കാലത്തിൽ സക്ഷമ എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. ദിവ്യാംഗർക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം കലാപരവും കായികപരവുമായ കഴിവുകൾ കൂടി പരിപോഷിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനും
സക്ഷമ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ കഴിയുന്നു. കല മനുഷ്യൻ്റെ മനസ്സിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റാൻ പറ്റിയ ഒന്നാണ് കലയും കായികവും. കലാരംഗത്ത് ധാരാളം കഴിവുറ്റ ആൾക്കാരെ ഭിന്നശേഷിക്കാരുണ്ട്. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കലാകാരന്മാരെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. കലാഞ്ജലി ഒരു ഗ്രൂപ്പ് തന്നെ നമ്മുടെ സക്ഷമ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഗാനമേള ട്രൂപ്പാണ് കലാഞ്ജലിയിൽ വരുന്നത്. അങ്ങനെ ഉത്സവങ്ങളിൽ കലാഞ്ജലിയുടെ ഗ്രൂപ്പ് പങ്കെടുക്കുകയും അതിൽ നിന്നൊരു വരുമാനം അത് ബ്ലൈൻഡിൽ വരുന്നവർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രാപ്യമായ ആരോഗ്യ സംവിധാനം, പ്രാപ്യമായ ചികിത്സകൾ, ഭിന്നശേഷി സൗഹൃദമായ പൊതു ഇടങ്ങൾ, ഭിന്നശേഷി സൗഹൃദമായ ആതുരാലയങ്ങൾ, ആശുപത്രികൾ, ഇതെല്ലാം ഉണ്ടാകേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് സക്ഷമ വിശ്വസിക്കുന്നു. ഓട്ടിസം ഉള്ളൊരു കുട്ടിയെ പരിചരിക്കുക, വളർത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര എഫേർട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ മാത്രമല്ല ആ കുടുംബത്തെ ഒന്നാകെ വേണം നമ്മൾ പരിചരിക്കാൻ, കൺസിഡർ ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യമുള്ള കുടുംബത്തിന് മൊത്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹം ചെയ്തു കൊടുക്കേണ്ടത്. ഭിന്നശേഷിക്കാർക്കായിട്ട് നിരവധി നിയമങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം. പക്ഷേ ഈ നിയമം എത്രമാത്രം പാലിക്കപ്പെടുന്നുണ്ടെന്നും എത്ര പേർ ആ നിയമത്തെ അംഗീകരിക്കുന്നുണ്ടെന്നും ഒരു ചോദ്യമാണ്. അതുൾപ്പെടെയുള്ള ഭിന്നശേഷി അവകാശങ്ങളെ നേടുക എന്നതും സക്ഷമയുടെ ഒരു ലക്ഷ്യമാണ്. പിന്നെ നമ്മൾ നടത്തി വരുന്ന ഈ സമയത്ത് തന്നെ കോട്ടയം ജില്ലയിൽ ഇതുപോലെ തന്നെ വീടുകളിൽ ചെന്ന സമയത്താണ് ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളെ അല്ലെങ്കിൽ കുട്ടികൾക്ക് വൃത്തിയായി കിടക്കാൻ സാഹചര്യമില്ലാത്തത്. അങ്ങനെ അവിടുത്തെ ജില്ലാ സമിതിയുടെയും താലൂക്ക് സമിതികളുടെയും നേതൃത്വത്തിൽ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ 4 വീടുകളാണ് അവർ നിർമ്മിച്ചു നൽകിയത് ഈ കഴിഞ്ഞ ഒരു വർഷം. സക്ഷമയുടെ ഒരു പ്രവർത്തനം നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലകളിലും ദിവ്യാംഗ സേവാ കേന്ദ്രം ആരംഭിക്കും. നിലവിൽ 5 ജില്ലകളിൽ നമുക്കതുണ്ട്. തിരുവനന്തപുരമുണ്ട്, എറണാകുളമുണ്ട്, കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, പിന്നെ പാലക്കാടുണ്ട്. അതിനകത്ത് ചിലത് സജീവമാണ്. അവിടെ വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ, എന്തൊക്കെയാണ് അവർക്ക് വേണ്ട സാമ്പത്തികവും അല്ലാതെയും കിട്ടേണ്ട അവർ ആഗ്രഹിക്കുന്ന സഹായങ്ങൾ എന്താണ്, അതിന് സക്ഷമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ അഡ്വക്കസി, നിയമപരമായി ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആധാറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ ദൃഷ്ടി കിട്ടാൻ പ്രശ്നമായിരിക്കും. അവർ നേരെ നോക്കത്തില്ല, അവരുടെ ദൃഷ്ടിയാണ് അവർക്ക് പ്രശ്നമുള്ളത്. അതൊക്കെ വെച്ചിട്ട് ആധാർ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും, ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും അതൊരു ഗുണകരമായ സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമിൽ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഭിന്നശേഷിക്കാരെയും പൂർണ്ണമായിട്ടും എല്ലാവരെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. സക്ഷമ എന്നത് ഒരു സംഘടന മാത്രമല്ല, സക്ഷമ എന്നത് ഒരാശയമാണ്. ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഒന്നു ചേർന്നവരാണ്. സമദൃഷ്ടിയാണ് സക്ഷമയുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്ഷമയുടെ അംഗമാകാം. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നതിന് ആവശ്യമായ ബ്രെയിൽ പുസ്തകങ്ങളൊന്നും കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി ലഭ്യമല്ല ഇന്ന്. അവരപ്പോൾ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി വായിച്ച് കേൾക്കുകയോ റെക്കോർഡ് ചെയ്ത് എടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിന് സാമൂഹ്യനീതി വകുപ്പ് റീഡേഴ്സ് അലവൻസ് എന്ന് പറഞ്ഞൊരു സൗകര്യം പഠിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് 36,000 രൂപ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതും ഇവർക്ക് സാധാരണക്കാർക്ക് ജോലി കിട്ടാൻ അല്ലെങ്കിൽ വായിച്ച് പഠിക്കുന്നതിനുള്ള ആളുകളെ വയ്ക്കുന്നതിന് അസൗകര്യമാണ്. അതിന് 400 രൂപയാണ് ഒരു പ്രതിമാസം കൊടുക്കുന്നത്. പക്ഷെ അത് ഒരു 1000 രൂപയെങ്കിലും ആക്കുകയും വേണം. കുടുംബ വാർഷിക വരുമാനം എന്നുള്ളത് മാറ്റി സ്വന്തം വാർഷിക വരുമാനമാക്കി പരിഗണിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്പെടും. ഭിന്നശേഷിക്കാരുടെ അവകാശ പോരാട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്
ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവരിലേക്ക് കൃത്യസമയത്ത് എത്തിക്കുക എന്നുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭിന്നശേഷിക്കാർക്കായിട്ട് നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് കൃത്യസമയത്ത് എത്തേണ്ട ആളിലെത്തുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. അവിടെയാണ് സക്ഷമ ഈ വ്യക്തികളെയും സർക്കാരിനെയും കൂട്ടിമുട്ടിക്കാനുള്ള പാലമായി പ്രവർത്തിക്കുന്നത്. കേരളത്തിലാകമാനം സക്ഷമ നിരവധി സേവാ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും കമ്മിറ്റി. അതുകൂടാതെ തന്നെ നമുക്ക് സക്ഷമയുടെ പ്രവർത്തനത്തിൽ ദിവ്യാംഗരെ, പിന്നെ അത് കഴിഞ്ഞാൽ രക്ഷകർത്താക്കളെ, അത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണലുകൾ ഡോക്ടർമാരും അതേപോലെ തെറാപ്പിസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ. അതിനുശേഷം ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരും അടങ്ങുന്നതാണ് സക്ഷമയുടെ. അതിൽ നമുക്കെല്ലാവർക്കും ഞങ്ങൾ എന്ന് ഞാൻ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ വ്യത്യാസം കാണേണ്ട, നമുക്കെല്ലാവർക്കും ചേർന്നിട്ട് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാകാവുന്നതാണ്. ഏതാണ്ട് കേരളത്തിൽ 9 ലക്ഷത്തോളം ദിവ്യാംഗരാണുള്ളത്. ആ ദിവ്യാംഗരിൽ 1 ലക്ഷത്തോളം ആൾക്കാരിൽ ഈ വർഷം നമ്മൾ പുതുതായിട്ട് കടന്നു ചെല്ലണമെന്നാണ് സക്ഷമ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇന്ന് പ്രവർത്തന നിരതമായ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ സക്ഷമയ്ക്ക് അഭിമാനമാണ്. ഒപ്പം തന്നെ സമൂഹം 2 കൈയും വീട്ടിയിട്ടാണ് സക്ഷമയെ സ്വീകരിക്കുന്നത്. സുകൃതം വഴിയും ഭാരതഭൂവിൽ അമൃത മഹോത്സവമായി പാരതന്ത്ര്യത്തിൻ ചങ്ങലക്കണ്ണികൾ വീരറുത്തോരോർമകളിൽ സ്വാഭിമാനമം സ്വാതന്ത്ര്യാഗ്നിതൻ അമൃത മഹോത്സവമായി. ദിവ്യാംഗരെ ഒപ്പം ചേർത്ത് പിടിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ദിവ്യാംഗർക്കായി സക്ഷമ നടപ്പിലാക്കി വരുന്ന വേറിട്ട പദ്ധതികൾ രാഷ്ട്ര വികസനത്തിനു കൂടി കരുത്തു പകരുന്നു. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.